ഹലോ ഗെയ്സ്. അപ്പോൾ ഇന്ന് രണ്ട് കുഞ്ഞുങ്ങളും കൂടി പട്ടിയുടെ കൂട് വൃത്തിയാക്കാമെന്ന് പറഞ്ഞ് അവരിറങ്ങിയതാണേ. അപ്പോൾ മേളിൽ കിടന്ന പട്ടിക്ക് കിട്ടുന്ന ഒരു പട്ടിയുടെ കഴുത്തിൽ കിട്ടുന്ന ഒരു സംഭവം കൂടി എടുത്തുകൊണ്ട് വരിക മൂത്തയാൾ. അങ്ങനെ പട്ടിയെ പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ്, അത് ഇറങ്ങുന്നില്ല. നോക്കിയാ തടിയിൽ കൂടിയാണ് പട്ടി കയറി പോകുന്നതും ഇറങ്ങി വരുന്നതൊക്കെ തടിയിൽ കൂടെ. അപ്പോൾ അതിനെ ഇത് ഇറക്കാൻ വേണ്ടി നോക്കുകയാണേ. വീണ്ടും തടി നേരെ വെച്ച് കൊടുത്ത് ആദ്യം നന്നായിട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. പിന്നെ സ്നേഹത്തിൽ കൂടി പറഞ്ഞു കൊടുത്തു നോക്കി, ഒന്ന് ഇറങ്ങോ ബ്ലാക്കി എന്ന്. അപ്പോൾ ബ്ലാക്കി പറയുന്നില്ല, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുള്ളൂ. ഇടയ്ക്ക് കുളിപ്പിക്കാൻ വേണ്ടി ആറിൽ കൊണ്ടുപോകേ. അപ്പോൾ അതിനെന്ന് കരുതിയിട്ടാണ് അത് വരാതെ മടി പിടിച്ച് തന്നെ നിൽക്കുന്നത്. കുളിക്കാൻ വേണ്ടി ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അകത്ത് തന്നെ ഇരിക്കുക. അപ്പോൾ നമ്മൾ സൈഡിൽ 1-2 മുള നട്ടിട്ടുണ്ടായിരുന്നു. ഒരു മുള നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് വളർന്ന് പന്തലിച്ച് ഒത്തിരിയേറെ മുളകളായി. പിന്നെ അകത്തുള്ള പാത്രങ്ങളെല്ലാം എടുത്ത് പുറത്ത് വയ്ക്കുക ക്ലീൻ ചെയ്യാൻ വേണ്ടി. അതിനിടയ്ക്ക് ഒന്ന് അടിയുണ്ടാക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചതാണ്. പാത്രം എടുത്ത് അവൻ അടുത്തോട്ട് കൊണ്ടുപോയത്. ഫുഡിൻ്റെ പാത്രങ്ങളെല്ലാം എടുത്ത് മാറ്റുക. അപ്പോൾ ഒന്ന് സർഫ് ലിക്വിഡ് ഒഴിച്ചിട്ടൊന്ന് ക്ലീൻ ആക്കും. ഇടയ്ക്കിടയ്ക്ക് മൂത്തയാൾ തന്നെയാണ് വൃത്തിയാക്കുന്നത്. പിന്നെ അത് കഷ്ടപ്പെട്ട് അതിനെ ഇറക്കി താഴെ. അപ്പോൾ രണ്ടുപേരും കൂടെ ഭയങ്കര കളിയാണ്. രണ്ടുപേർക്കും ബ്ലാക്കിയോട് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇങ്ങനെ അതിൻ്റെ പുറത്ത് കയറിയിരുന്നാൽ പതിയെ നടന്നു പോകുന്നത്. ബെൽറ്റ് ഇട്ട് കൊടുത്തതാണ്, എവിടെയെങ്കിലും കെട്ടി നിർത്തിയിരിക്കാൻ വേണ്ടിയേ. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഓടിയിങ്ങ് വീട്ടിനകത്തോട്ട് കയറും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്പുറം വശം പോയതാണ്. അവൻ കരുതുന്ന ഇത് അവൻ്റെ സിംഹക്കുട്ടിയെന്നാണ് അവൻ പറയുന്നത് ഇപ്പോഴും. പട്ടി കൂടിനകത്തുനിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും ഓണമാണ്. അങ്ങനെ അധികം ഇറക്കാറില്ല പുറത്ത്, ഇടയ്ക്ക് മാത്രമേ ഇറക്കത്തുള്ളൂ. ഇപ്പോൾ പട്ടിയും അവനായിട്ട് അത് പോവുകയാണ്. ഇപ്പോൾ എത്ര വൃത്തിയാക്കി ഇട്ടാലും ഇതിപ്പോൾ റബ്ബറിൻ്റെ ഇല പൊഴിയുന്ന സീസൺ ആയതുകൊണ്ട് പെട്ടെന്ന് ഇല നിറയും. 2 കാറ്റടിക്കുമ്പോൾ തന്നെ ഇല ഫുള്ള് നിറയും. അങ്ങനെ മോനും പട്ടിയെ ഒരു ആത്തിച്ചക്ക നിൽക്കുവാണേ. അപ്പോൾ അത് ഇടക്കാൻ വേണ്ടിയിട്ടാണ് മോൻ പോയത്. അപ്പോൾ ഈ ഇലയുടെ അകത്ത് എന്തെങ്കിലും കാണുമോ എന്ന് കരുതിയിട്ടാണ് പട്ടിയെ കൂടെ കൊണ്ടുപോയത്. ഊരുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് പേടിച്ചിട്ടാണ് പട്ടിയെ കൂടെ നമ്മുടെ ബ്ലാക്കി കുട്ടനെ കൂടെ കൊണ്ടുപോയത്. അപ്പോൾ അവൻ അവിടെ കിടന്ന് കളിക്കുക അവൻ്റെ കൂടെ. അതാ മോൻ താഴെ ചറുക്കി വന്ന് വീഴുന്നത്. ചെറിയൊരു സ്ലോപ്പാണ് അതിങ്ങനെ താഴോട്ട് വരുന്നത്. അവൻ അങ്ങോട്ട് പോയി അത് ആത്തിച്ചക്ക പറിച്ചെടുക്കാൻ വേണ്ടി ഇച്ചിരി പ്രയാസമാണ്. എന്നാലും തത്തി അതാ പോകുന്നുണ്ട്. പട്ടി ബ്ലാക്കി അവൻ്റെ കൂടെ തന്നെ ആയിരിക്കുന്നത്. ഞാൻ ഈ പട്ടിയെന്ന് വിളിക്കുന്നത് 2 കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അവരെപ്പോഴും വഴക്കുറയും, പട്ടിയെന്ന് വിളിക്കരുത്, നമ്മുടെ ബ്ലാക്കി കുട്ടനാണ്, ബ്ലാക്കി എന്നേ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ അതിനെ തൊടത്തൊന്നുമില്ല. ഫുഡ് മാത്രം ജസ്റ്റ് ഇങ്ങനെ പേടിച്ച് കൊണ്ട് വെച്ച് കൊടുക്കും. അതിനെ കുളിപ്പിക്കാനോ തൊടാനോ ഇന്നുവരെ തൊട്ടിട്ടില്ല. അപ്പോൾ പോയി ശല്യം ചെയ്യുന്നെന്ന് തോന്നുന്നു. അതാണ് ഒരു കമ്പെടുത്തപ്പോഴത്തേക്കും അത് ഓടിക്കളഞ്ഞു. അതിന് മനസ്സിലായി അതിനെ അടിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പെടുത്തതെന്ന്. അങ്ങനെ അവൻ ഓടി നമ്മുടെ പാപ്പുവിൻ്റെ അടുത്തോട്ട് വന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. അപ്പം മോൻ അതിൻ്റെ ഒരു ശാഖ താഴ്ത്തി വെച്ചിട്ട് അതിൽ നിന്ന് മുറിച്ചെടുക്കുകയാണ് ആത്തിച്ചക്ക. ആദ്യം വന്ന് പറഞ്ഞു, മമ്മി അത് പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല, അടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ആ ശാഖ ഒന്ന് താഴ്ത്തി വെച്ച് മുറിച്ചെടുക്കും മോനെ എന്ന് പറഞ്ഞു.
അപ്പോൾ അവൻ്റെ കയ്യിലൊന്ന് കമ്പ് പോയപ്പോഴത്തേക്കും ആൾ വീണ്ടും അങ്ങ് തിരിച്ച് അവൻ്റെ അടുത്ത് തന്നെ പോയി. ബ്ലാക്കിക്കുട്ടൻ അങ്ങനെ അത് പറിച്ചെടുത്തായിരുന്നു. അപ്പോൾ എടുത്തപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് താഴെ വീണുപോയി. അതും കൊണ്ട് ഇങ്ങോട്ട് കയറി വരുവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ നീട്ടാണ്, വേഗം വാ, കൊണ്ട് പതിയെ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരുമായിട്ട് ഇതാ വരുന്നുണ്ട്. മൂത്തയാൾ ഇളയ പാപ്പു പോകാൻ പറ്റാണ്ട് നിൽക്കുകയാണ്. അവന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പേടിയാണ്, അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ പോകാൻ വേണ്ടി പേടി. അപ്പോഴും ലല്ലു എന്നെ ഒന്ന് ഇത്രയും വലുതാണ് കേട്ടോ നമുക്കവിടെ കിട്ടിയത്. നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടും. നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്തു നിന്ന് തന്നെ എന്തെങ്കിലുമായിട്ട് കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ ഒരുപാട് കിട്ടും. ഒത്തിരി പപ്പങ്ങയുണ്ട്, പിന്നെ ഫാഷൻ ഫ്രൂട്ട്, പുളിച്ചിക്ക, അങ്ങനെയുള്ള സംഭവങ്ങൾ കുറേശ്ശെ കിട്ടും. പിന്നെ ഇതാ കുറച്ച് പയറ് പാവലും ഒക്കെ നട്ടിട്ടുണ്ട്. അത് ഇച്ചിരി വളർന്ന് ഏകദേശം ഒരു 10-15 ദിവസമായെന്ന് തോന്നുന്നു നട്ടിട്ട്. അപ്പോൾ ഇത് ഇത്രയും പൊക്കമൊക്കെ ആയി. മൂത്തയാളാണ് ഇതിനൊക്കെ നടാൻ വേണ്ടി ഇൻട്രസ്റ്റും ഇതൊക്കെ കാണിക്കുന്നത്. ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടാണ്. ഇത് ഇപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണ് ഇത് പൂത്ത് നിൽക്കുന്നത്. ഇതിന് മുന്നേ ഒത്തിരി ഒരു 20-ലേറെ ഫാഷൻ ഫ്രൂട്ട് നമുക്ക് കിട്ടിയായിരുന്നു. 20 ഒരുപാട് കിട്ടിയായിരുന്നു. ഇതെൻ്റെ ഫ്ലവറാണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. ഒരു കുഞ്ഞ് കായ അതിനിടയ്ക്ക് നിൽപ്പുണ്ട്. നമ്മൾ എപ്പോഴും ഇളയ പാപ്പൂനും ഇത് എടുക്കാൻ കണക്കിനാ അത് കുഞ്ഞ് താഴ്ത്തിയ നട്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഒത്തിരി പൂത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഇതാ ബ്ലാക്കിയോടെ കൂടെ കളിക്കാൻ നിൽക്കുക. 24 അവേഴ്സും ബ്ലാക്കി ഒന്ന് തുറന്നു വിടുമോ, കുറച്ച് കളിക്കട്ടെ എന്ന് എപ്പോഴും ചോദിക്കും. അങ്ങനെ മോനതാ ഓസ് കൊണ്ടുവരികയാണ് അതിൻ്റെ കൂട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഇത് ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന കൂടാണ്, ഇത് ഓസാണ് കേട്ടോ. ബ്ലാക്കിക്ക് ഓസ് കണ്ടപ്പോൾ ഭയങ്കര പേടിയാണ്. കുളിപ്പിക്കാനാണോ എന്ന് കരുതിയിട്ട് അത് കുരയ്ക്കുവാണ്, എന്നെ കുളിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മോൻ അതാ ഓസിൽ വെള്ളമൊക്കെ ഓണാക്കി കൂട് ക്ലീൻ ചെയ്യുക. ചെരുപ്പിട്ടിട്ടില്ല. ചപ്പൽ ഇടണമെന്ന് പറയുന്നതാണ് ഇപ്പോഴും. അപ്പോഴത്തേക്കും ഇളയാൾ വന്ന് പറഞ്ഞ് അത് ലല്ലു ഞാൻ വൃത്തിയാക്കാം, ഞാൻ നീറ്റാക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ രണ്ടുപേരും ചെരുപ്പൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് അത് ലിക്വിഡ് ഒന്ന് എടുത്തതാണ്. നമ്മൾ തുണി വാഷിംഗ് മെഷീനിൽ തുണി ഇടുന്നില്ലേ, അതിൻ്റെ ലിക്വിഡാണ്. ഒരു പാത്രത്തിലെടുത്ത് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തളിക്കുക. അപ്പോൾ ഇച്ചിരി ഒന്ന് ക്ലീൻ ആകുമല്ലോ. എന്നെ ഒന്ന് ജസ്റ്റ് നോക്കിയതാണ്, ഇത്രയും മതിയോ മമ്മി എന്നുള്ള ആ ഒരു നോട്ടം. അപ്പോൾ ഞാൻ മതി മോനെ എന്നിങ്ങനെ തലയാട്ടിയായിരുന്നു. പണ്ട് ഈ കൂട്ടിൽ ഒത്തിരി കിളികളുണ്ടായിരുന്നു, ലവ് ബേഡ്സ്, കുഞ്ഞ് വെള്ളക്കിളികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നേ. പക്ഷേ ഒരു 20-ലേറെ കിളികൾ, 2 കൂടുകളിൽ, 20 അതിലേറെ കിളികൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം വന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു കിളികൾ പോലും 2 കൂടിലും ഇല്ല. അത് എങ്ങനെ, കൂടെല്ലാം അടഞ്ഞാണ് കിടന്നിരുന്നത്. ഇത് എങ്ങനെ പോയി എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. അപ്പോൾ പിന്നെ ആ കിളികളെല്ലാം പിന്നീട് അതിൽ ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ അതങ്ങനെ ചീത്തയായി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കുഞ്ഞുങ്ങൾ പോയി ഇത് വാങ്ങിച്ചത്, ഇത് ബ്ലാക്കി വാങ്ങിയത്. അങ്ങനെ കാക്കക്കുട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട്. കാക്കയ്ക്കൊക്കെ ഫുഡ് കൊടുക്കും. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ എടുത്ത് വച്ചിരുന്നപ്പോൾ എവിടെ ഇരുന്ന് ഒരാൾ കണ്ടായിരുന്നു കാക്ക. അപ്പോൾ ബാക്കിയുള്ള കാക്കകളെല്ലാം വിളിച്ച് അവിടെ നിൽക്കുക.
അവർക്ക് ഫുഡ് കൊടുക്കാനെന്നാണ് അവർ വിചാരിച്ചത്. അങ്ങനെ കൂടൊക്കെ വൃത്തിയാക്കി. അതിൻ്റെ ഇത് കഴുത്തിലായിട്ടൊരു കുഞ്ഞ് ഈ മുറിവുണ്ട്. മുറിവ് മീൻസ് ഈ അതിൻ്റെ കഴുത്തിൽ ചുറ്റിയിരിക്കുന്നില്ലേ, ആ സംഭവം ടൈറ്റായിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല, അത് ഊരിയെടുത്ത്. ചെറിയൊരു ജസ്റ്റ് ഒന്ന് മുടി പോയിട്ട് ജസ്റ്റ് ഒരു ഇത്. അങ്ങനെ അവിടെ അത് ഓയിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. പക്ഷെ അത് നിന്ന് കൊടുക്കുന്നില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പറ്റുന്നില്ല മമ്മി, ഒന്ന് പിടിച്ച് തരുമോ എന്നാണ് ചോദിച്ചത്. പക്ഷേ എനിക്ക് പട്ടിയെ തൊടാൻ പേടി, എനിക്കിഷ്ടമില്ല, എനിക്ക് പറ്റത്തില്ല. അങ്ങനെ കുറേ പരിശ്രമിച്ചതിന് ശേഷം അവിടെ ഇട്ട് കൊടുത്തു കേട്ടോ. മൂത്തയാൾ വീണ്ടും ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. ഇട്ട് കൊടുക്കാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് കുഞ്ഞുമോൻ പറഞ്ഞു, ഞാൻ ഇട്ട് കൊടുക്കാൻ ലല്ലു ഇങ്ങ് തായോ എന്ന് ചോദിച്ചു. ഞാൻ പിടിച്ചു വയ്ക്കാം, നീ ഇടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ എന്താ മൂത്ത ഇത് മോൻ പിടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാപ്പു ഇട്ട് കൊടുക്കുകയാണ്. പക്ഷേ അവന് ഒഴിക്കാൻ പറ്റുന്നില്ല. ബ്ലാക്കിക്ക് അറിയത്തില്ലല്ലോ അത് മെഡിസിനാണ് എന്ന കാര്യം അറിയത്തില്ലല്ലോ. എന്നാലും സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു ചെവിയുടെ ആ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കും മോനെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിച്ചു കൊടുത്ത്. പിന്നെ